പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. നമ്മുടെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ചൊരു വാർത്ത ഇപ്പോൾ വളരെ ഞെട്ടലോടെയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. കൊറിയയിൽ രാഹുൽ ഗാന്ധിക്ക് 2 കുട്ടികളുണ്ട്. മൂത്ത കുട്ടിയുടെ പേര് നയക് വിജി 19 വയസ്സെന്നൊരു ആൺകുട്ടി, രണ്ടാമത്തെ കുട്ടി മിനിക് വിജി 15 വയസ്സുള്ളൊരു പെൺകുട്ടി. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഞെട്ടലോടു കൂടിയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, എനിക്കോ നിങ്ങൾക്കോ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കോ ബ്ലിറ്റ്സ് എന്ന ഓൺലൈൻ മാസികയെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അതല്ലേ സത്യം? ഇങ്ങനെയൊരു വിവാദം വന്നപ്പോൾ ഇതേക്കുറിച്ച് ചില ചാനലുകൾ, BJP ചായ്വുള്ള ചില ചാനലുകൾ ന്യൂസ് അപ്ലോഡ് ചെയ്തപ്പോൾ മാത്രം ആണ് നമുക്ക് ബ്ലിറ്റ്സ് എന്ന ഒരു ഓൺലൈൻ മാസികയെക്കുറിച്ച് മനസ്സിലായത് അല്ലേ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഈ ബ്ലിറ്റ്സിൽ, അതും വിദേശ രാജ്യത്തെ ഒരു ഓൺലൈൻ മാസിക, ബംഗ്ലാദേശിലെ ഒരു ഓൺലൈൻ മാസിക, അതും ഇംഗ്ലീഷ് പതിപ്പ്, ഇതിൽ വന്ന ഒരു വാർത്ത ഇന്ത്യയിൽ വരുന്ന ഭൂരിഭാഗം ജനങ്ങൾക്കും അത് അറിഞ്ഞോളണം എന്നില്ല. കാരണം ഇന്ത്യയിൽ വരുന്ന ഭൂരിഭാഗം, ഒരു 90% ജനങ്ങളും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആളുകളാണ്, സാധാരണ വീട്ടമ്മമാരാണ്. ഇവർക്ക് അറിയാത്ത കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ BJP ചായ്വുള്ള ചാനലുകാർ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബ്ലിറ്റ്സിൽ ഇങ്ങനൊരു വിവാദ പരാമർശം വന്നു. അത് ജനങ്ങളിലേക്ക് ബ്ലിറ്റ്സിൽ ഇതാ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എത്തിക്കുമ്പോൾ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ സംശയത്തോടെ വീക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോടുള്ള ഒരു സ്നേഹത്തിൽ ഒരു സംശയത്തിൻ്റെ ഒരു കനൽ വീഴാൻ വേണ്ടിയിട്ട് ഈ ഒരു BJP ചായ്വുള്ള ചാനലുകാർ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബ്ലിറ്റ്സിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, രാഹുൽ ഗാന്ധി ബീഫ് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു എന്നാണ്. ഈ ബീഫ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇപ്പോൾ കുറച്ച് കാലങ്ങളായി, അതായത് BJP ഭരണത്തിൽ വന്ന ഒരു കാലം തൊട്ട് ഒരു 10 വർഷത്തിൽ കൂടുതലായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബീഫിനുള്ളൊരു സ്ഥാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതാണ്. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും അടുത്ത ഒരാളെന്ന് പറയുന്നത് ഈ ഒരു ബീഫാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ഒരു ബീഫിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായതെന്ന്. പോത്തിറച്ചി കഴിച്ചതിൻ്റെ പേരിൽ, പിന്നെ എന്താ പറയുക, പശു ഇറച്ചി കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ബീഫുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മാംസമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഈ മാംസം വെച്ചിട്ട് വോട്ട് പിടിക്കുന്ന ഒരു ടീമാണ് BJP എന്ന് നമുക്കറിയാം അല്ലേ. നമുക്ക് ഒരു 5-6 മാസങ്ങൾക്ക് മുൻപ് രാഹുൽ ഗാന്ധിയുടെ ഒരു ചാനലിൽ രാഹുൽ ഗാന്ധി തന്നെ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അദ്ദേഹം മട്ടൻ കുക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ. നല്ല വ്യൂസൊക്കെ കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇൻസ്റ്റയിലും യൂട്യൂബിലും FBയിലൊക്കെ നല്ല രീതിയിൽ ഓടിയൊരു വീഡിയോ ആണ്. അതിൽ കമൻറ്റുകൾ വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആകെ സങ്കടം തോന്നും. അത്രയ്ക്കും രാഹുൽ ഗാന്ധിയെ ചീത്ത പറഞ്ഞുകൊണ്ടുള്ള ഒരു കമൻറ്റുകളായിരുന്നു. അവിടെയുള്ളൊരു തെറ്റായിട്ട് ഉത്തരേന്ത്യൻ ഭാഗത്തെ ജനങ്ങളൊക്കെ കാണുന്നത് രാഹുൽ ഗാന്ധി മാംസം കഴിച്ചു എന്നാണ്. ഒരിക്കലും എന്താ പറയുക, ഒരു യഥാർത്ഥ ഹൈന്ദവ വിശ്വാസി മാംസം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആളുകൾ കമൻ്റ് ഇട്ടുകൊണ്ടിരുന്നത്. ഞാൻ ഈ കമൻറ്റൊക്കെ വായിച്ചപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ വിചാരിച്ചു ഇനി ഒരിക്കലും കോൺഗ്രസ്സിനൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. കാരണം ഇങ്ങനെ മാംസത്തിൽ പിടിച്ചു തൂങ്ങി അത് മാത്രമാണ് ലോകം, അത് മാത്രമാണ് ജീവിതം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു നാടാണ്, സംസ്ഥാനങ്ങളാണ് ഉത്തരേന്ത്യൻ ഭാഗത്തൊക്കെ ഉള്ളത്. അപ്പം അവരൊക്കെ ഇങ്ങനെ രാഹുൽ ഗാന്ധിക്കെതിരെ കമൻ്റ് ഇട്ട് തുടങ്ങിയാൽ ഒരിക്കലും കോൺഗ്രസ് തിരിച്ചു വരില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മോദിജി ആകെ പേടിച്ച് വിരണ്ട് മുസ്ലിംസിനെതിരെയൊക്കെ നടത്തിയൊരു പരാമർശങ്ങൾ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിയ പരാമർശങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊന്നും രാഹുൽ ഗാന്ധിയുടെ ഒരു രോമത്തിൽ പോലും, ഒരു മട്ടൻ വിവാദം, മാംസം കഴിച്ചു എന്നുള്ള ഒരു പ്രശ്നമൊന്നും രാഹുൽ ഗാന്ധിയുടെ ഒരു രോമത്തിൽ പോലും തട്ടിയിട്ടില്ല എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയായിരുന്നു റിസൾട്ട് വന്നപ്പോൾ ശക്തനായിട്ടുള്ളൊരു പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി മാറി. നമുക്കറിയാം, ശക്തനായിട്ടുള്ളൊരു പ്രതിപക്ഷ നേതാവ് രാജ്യത്തിനുണ്ടാവുമ്പോൾ ഭരണപക്ഷം എപ്പോഴും ദുർബലമായിരിക്കും. പ്രതിപക്ഷ നേതാവിനെ പേടിച്ചുകൊണ്ടേയിരിക്കും ഭരണപക്ഷം നിൽക്കുന്നത്. ഇപ്പം ഇവിടുത്തെ നമ്മുടെ ഒരു മോദി സർക്കാരിന് കിട്ടിയൊരു ഓമന പേര്
ആണ് തൂക്കുസഭ എന്നത്. അത് പ്രതിപക്ഷം ശക്തമായതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് അവർക്ക് കിട്ടിയത്. എത്ര കാലം ഈ ഒരു തൂക്കുസഭ ഉണ്ടാവും എന്നൊന്നും അറിയില്ല. അപ്പം ഈ ഒരു ബീഫ് എന്നൊരു കാര്യം, ഇപ്പം രാഹുൽ ഗാന്ധി ഏറ്റവും കഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നത് ബീഫാണ് എന്നും അതിൽ പറയുന്നു. അതോടൊപ്പം ഹിന്ദു പെൺകുട്ടികളെയൊന്നും രാഹുൽ ഗാന്ധി പ്രണയിച്ചിട്ടുണ്ടായിരുന്നില്ല. മുസ്ലിം പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയുമായിരുന്നു രാഹുൽ ഗാന്ധി പ്രണയിച്ചത് എന്നൊക്കെ അതിൽ സൂചിപ്പിക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇത് BJPയുടെ ഒരു കളിയാണെന്ന്. പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ഞാൻ അറിഞ്ഞൊരു വാർത്ത, ഒരുപക്ഷെ നിങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാവും. രാഹുൽ ഗാന്ധിക്ക് അമേരിക്കയിലെ ഒരു മുസ്ലിം സ്ത്രീയിൽ 2 മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യം ഈ RSSും BJPക്കാരൊക്കെ നുണകളിങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരുന്നത്. വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴി നുണകൾ റിലീസ് ചെയ്തുകൊണ്ടിരുന്നത് അമേരിക്കയിലൊരു മുസ്ലിം സ്ത്രീയിൽ രാഹുൽ ഗാന്ധിക്ക് 2 കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. അതാരും മൈൻഡ് ചെയ്യാതെ വന്നപ്പോൾ ആയിരിക്കും ഇപ്പോൾ അവർ പുതിയ കഥകളായിട്ട് ഇറങ്ങിയത്. പക്ഷെ അന്നും രാഹുൽ ഗാന്ധി മൗനം കൊണ്ടായിരുന്നു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു മൗനത്തിന്, അന്ന് രാഹുൽ ഗാന്ധി നൽകിയ മൗനത്തിന് കോൺഗ്രസ്സിന് നൽകേണ്ടി വന്നത് വലിയ വിലയാണ്. വീണ്ടും നരേന്ദ്രമോദിക്ക് ഭരണത്തിൽ വരാനായിട്ട് സാധിച്ചു. അതോടൊപ്പം വൻ ഭൂരിപക്ഷത്തോടെ ഈ തവണയല്ല കഴിഞ്ഞ തവണ നരേന്ദ്രമോദിക്ക് ഭരണത്തിൽ വരാൻ സാധിച്ചു എന്നതൊക്കെ ഈ ഒരു മൗനം നൽകിയ വിലയാണ്. അപ്പം അതേ ഒരു തന്ത്രം തന്നെയാണ് ഇവിടെ വീണ്ടും ഈ ഒരു BJPയും RSSും ഉപയോഗിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ രാഹുൽ ഗാന്ധിയിൽ ഒരു സംശയം ഉണ്ടാക്കി തീർക്കുക, അതാണ് അവരുടെ മെയിൻ ഉദ്ദേശമെന്ന് ഏതോ കുട്ടിക്ക് പോലും മനസ്സിലാവും. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ അറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യയിലെ പൗരത്വം റദ്ദാക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് BJPക്കാരൊക്കെ ഭയങ്കര ആഘോഷമാണ്. കമൻറ്റ് ബോക്സുകളിലെല്ലാം ന്യൂസ് കമൻറ്റ് ബോക്സുകളൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ആഘോഷമാണ്. അപ്പോൾ നിങ്ങൾ ആഘോഷിച്ചോളൂ. നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാൻ മാത്രം തൻ്റെ ഇടമുള്ള ധൈര്യമുള്ള ഏതൊരുത്തനാണ് ഇന്ത്യയിലുള്ളതെന്ന് ഞങ്ങളും സാധാരണക്കാരായ ജനങ്ങളും ഒന്ന് നോക്കട്ടെ. നിങ്ങൾ അദാനിയെയും അംബാനിയെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് രാഹുൽ ഗാന്ധി എന്നും ഒരു കരട് തന്നെയാണ്. അപ്പം അദ്ദേഹത്തെ ഓടിക്കാൻ നിങ്ങളാൽ ആവുന്നതെല്ലാം നിങ്ങൾ ചെയ്യും. പക്ഷേ പാർലമെൻറ്റിലേക്ക് രാഹുൽ ഗാന്ധി തിരിച്ചു വന്നില്ലേ, അതേപോലെ രാഹുൽ ഗാന്ധി ഇതിനെയെല്ലാം നേരിടും. നിങ്ങൾക്ക് നല്ല മുട്ടൻ പണി വരുന്നുണ്ട് എന്ന് മാത്രം നിങ്ങൾ കരുതിക്കൊള്ളൂ. പിന്നെ ഈ ഒരു ബ്ലിറ്റ്സിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു വിവാദം റോയൽ സഹർ എന്നൊരു അഫ്ഗാൻ സുന്ദരിയെക്കുറിച്ചാണ്. അഫ്ഗാൻ ഭരിച്ചിരുന്ന മുഹമ്മദ് സൈർ ഷാ എന്ന രാജാവിൻ്റെ കൊച്ചുമകളുമായിട്ട് രാഹുൽ ഗാന്ധിക്ക് ബന്ധമുണ്ടായിരുന്നെന്നും ആ ബന്ധത്തിൽ നോയൽ സഹർ ഗർഭിണിയായിരുന്നെന്നും രാഹുൽ ഗാന്ധി വിവാഹം ചെയ്യാൻ വേണ്ടി നോഹൽ സഹർ മതം മാറിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. റോമൻ കത്തോലിക്ക മതം സ്വീകരിച്ചിട്ട് ഇറ്റലിയിലെ സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ചിട്ട് രാഹുൽ ഗാന്ധിയും ഈ നോയൽ എന്ന ഒരു സ്ത്രീയും സോണിയാഗാന്ധിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഈ ഒരു നോയൽ ഗർഭിണിയായപ്പോൾ അതിനെ അബോർഷൻ ചെയ്യാൻ രാഹുൽ ഗാന്ധി നിർബന്ധിച്ചപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ ഒരു ബന്ധം വഷളായത് എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മോശം പരാമർശങ്ങളാണ് ഇതിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്തിനും ഒരു മാന്യത വേണ്ടേ? ഞങ്ങളൊക്കെ ഇത് വിശ്വസിച്ചു എന്ന് വിചാരിച്ച് BJPക്കും RSSനും സമാധാനിക്കാം എന്നല്ലാതെ വിശ്വസിച്ചു എന്ന് ആരും കരുതണ്ട. കാരണം എപ്പോഴും രാഹുൽ ഗാന്ധിയുടെ പേരിൽ വിവാദങ്ങളാണ് വരുന്നത്. അദ്ദേഹം കൂടെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്, അദ്ദേഹത്തിന് പോകുന്നിടത്തൊക്കെ ഭാര്യമാരും മക്കളുമുണ്ട്. ഇത് പെട്ടെന്ന് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയിൽ ഒരു മുസ്ലിം സ്ത്രീയിൽ 2 മക്കളുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു വിവാദം വന്നതായിരുന്നു. അതിനെ രാഹുൽ ഗാന്ധി നേരിട്ടത് ഒരു ചെറു പുഞ്ചിരിയിലൂടെ മാത്രമാണ്. എന്നിട്ടിപ്പോൾ ശക്തനായിട്ടുള്ള പ്രതിപക്ഷ നേതാവായി രാഹുൽ തിരിച്ചു വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാനത്ത് നിന്ന് രാഹുൽ ഗാന്ധി അടുത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവും എന്നൊരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമൊന്നും രാഹുൽ ഗാന്ധിക്കില്ല. രാഹുൽ ഗാന്ധി അങ്ങനെ ഒരാളല്ല. പിന്നെ ഇതെൻ്റെ ഭാര്യയാണ്, ഇതെൻ്റെ മക്കളാണെന്ന് രാജ്യത്തോട് വിളിച്ചു പറയാനുള്ള എല്ലാ തൻ്റെ ഇടവും ഉശിരും രാഹുൽ ഗാന്ധിക്കുണ്ട്. അതിന് രാഹുൽ ഗാന്ധി ആരെയും ഭയപ്പെടില്ല. പേടിക്കരുത് എന്ന ആപ്തവാക്യം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ചെറു പുഞ്ചിരിയോടെ
നമ്മളെ അഭിസംബോധന ചെയ്ത് നമ്മുടെ മനസ്സിലൊക്കെ സ്നേഹത്തിൻ്റെ പ്രകാശം വിതറുന്ന രാഹുൽ ഗാന്ധി എന്നൊരു ലീഡർ, ഈ ഒരു ലീഡറിനെ ഇതുപോലെയുള്ളൊരു പൈങ്കിളി കഥകളൊക്കെ പറഞ്ഞ് തോൽപ്പിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും ദിവാസ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ദിവാസ്വപ്നം കണ്ടോളൂ. പക്ഷേ ഇവിടം കൊണ്ടൊന്നും രാഹുൽ ഗാന്ധി എന്ന ആ ഒരു ശക്തനായിട്ടുള്ള നേതാവ് തീരും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യദിന പരിപാടിക്ക് രാഹുൽ ഗാന്ധി പിൻസീറ്റിൽ ഇരുത്തിയവരോട് എനിക്ക് പറയാനുള്ളത്, ജനങ്ങളുടെ മനസ്സിൽ രാഹുൽ ഗാന്ധി എന്നും ഒന്നാം സ്ഥാനത്താണ്. നിങ്ങൾ പാർലമെൻറ്റിൽ നിന്ന് രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ രാഹുൽ ഗാന്ധിക്ക് ഇരട്ടി സ്നേഹമാണ് കിട്ടിയത്. അതുപോലെ തന്നെയായിരിക്കും ഇതും. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പേരിൽ, ഒരു പാവ മനുഷ്യൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ വിവാദങ്ങൾ അയച്ചു വിടുമ്പോൾ ജനങ്ങൾ അയാളെ വെറുക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. ഞങ്ങൾ ആ മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതിൻ്റെ ഇരട്ടി വീണ്ടും വീണ്ടും സ്നേഹിക്കുകയാണ്. സ്നേഹിക്കും തോറും സ്നേഹത്തിന് വലിപ്പം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നും കൂടി ഒരു സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കുകയാണ്. പിന്നെ കല്യാണം കഴിച്ച പെണ്ണിനെ ഉപേക്ഷിക്കാൻ ഇത് നരേന്ദ്രമോദി ഒന്നല്ല, രാഹുൽ ഗാന്ധിയല്ലേ. അപ്പോൾ ആ ഒരു മനുഷ്യനിൽ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. അതിനൊന്നും തകർക്കാൻ ആർക്കും സാധിക്കില്ല. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ഞാനിപ്പോൾ ഇത്രയും സംസാരിച്ചതിൽ ആർക്കെങ്കിലും വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വേദനകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. എല്ലാ പ്രയാസങ്ങളോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. താങ്ക് യു.